പറഞ്ഞല്ലോ, എൻ്റെ മകനോടും എൻ്റെ ഭാര്യയോടും മാത്രം സംസാരിച്ച ശേഷം, ഇവിടെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല, പക്ഷെ ഞാൻ അവരോട് പറഞ്ഞ ശേഷം ജനകീയ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. ഒരു പാർട്ടിയായിട്ട് ഞാൻ ആലോചിച്ചിട്ടില്ല. 6 മാസം മുമ്പേ തന്നെ ഞാൻ ആലോചിച്ച് തുടങ്ങിയതാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വല്ലാത്തൊരു ഗവേഷണം നടത്തി പിന്നീട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും ഗവേഷണങ്ങളും എവിടെ എത്തിയെന്നപ്പോൾ കണ്ടല്ലോ. അപ്പോൾ എന്നെ പറ്റി ഇത് പറയുകയാണ്. അതിൽ എത്രമാത്രം അബദ്ധങ്ങളാണ് പറഞ്ഞത്. ഞാൻ ആരോടും ആലോചിച്ചില്ല, ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ജയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. കാരണം എനിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ വോട്ടിംഗ് കോമ്പസിഷൻ അറിയാം. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ്, ഇന്ന് കേന്ദ്രാധികാരത്തിലില്ലെങ്കിലും ചില സംസ്ഥാനങ്ങളിലാണ് അധികാരത്തിലെങ്കിലും ഇന്ത്യയുടെ മതനിരപേക്ഷ പാർട്ടിയാണ്. അത് CPM-ൻ്റെ രേഖകൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല, നമുക്ക് വർഗീയതയില്ല. അപ്പോൾ ആ മതനിരപേക്ഷ പാർട്ടിയായ കോൺഗ്രസ് എനിക്ക് പിന്തുണ, കോൺഗ്രസ് നയിക്കുന്ന UDF എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അതിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. 101% അവർ മതനിരപേക്ഷ പ്രസ്ഥാനം. 101%. ആ പേര് മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാ നിലപാടും ഈ കേരളത്തിൻ്റെ ഇന്ത്യയുടെ പൊതു സമീപനത്തിന് അനുരോധമായിട്ടുള്ളതാണ്. യാതൊരു വർഗീയതയും അവർ വോട്ടിങ്ങിൽ കാണിക്കാറില്ല. അമ്പലപ്പുഴ പ്രത്യേകിച്ച് രാഷ്ട്രീയ വോട്ടാണ്. ഞാൻ എന്ന് ആലപ്പുഴയിലെ 27 വാർഡ് കൂടി ചേർന്ന് അമ്പലപ്പുഴയിൽ മത്സരിച്ചോ, അന്നെല്ലാം എനിക്ക് സക്കരിയ ബസാർ, അതുപോലെ തന്നെ ലജനത്ത്, സിവിൽ സ്റ്റേഷൻ, അങ്ങനെ കുറേ 10-14 വാർഡുണ്ട് അവിടെ. ന്യൂനപക്ഷ മുസ്ലിം ജനത ഒന്നുകിൽ 95%, ടോട്ടലായിട്ട് ഈ 14 ബൂത്ത് എടുത്താൽ ഏകദേശം 70%. അവിടെ എല്ലാം എനിക്ക് 2015-നും 2014-നും ഭൂരിപക്ഷമായി. ഇപ്പോഴും 1200 ചില്ലുവാന വോട്ടാണ് ആ 14 വാർഡ് ബൂത്ത് എത്തിയപ്പോൾ എനിക്ക് കിട്ടിയത്. ആലപ്പുഴ ടൗണിൽ എനിക്ക് 7300 വോട്ട് ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ ഇത് കാണിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കൊരു വർഗീയത ഇവിടെയല്ല, രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യുന്നു. അപ്പോൾ അവരെയൊക്കെ വിശ്വസിച്ചാണ് ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിച്ചത്. അപ്പോൾ കോൺഗ്രസ് അടക്കം ലീഗ് അടങ്ങുന്ന UDF-ൻ്റെ പിന്തുണ വന്നപ്പോൾ എനിക്ക് വളരെ ശക്തമായി ഒരു പരിരക്ഷയായി, ഒരു തണലായി. എല്ലാ പ്രവർത്തനങ്ങളും അവരാണ് നടത്തിയത്. കുറച്ച് പൈസയൊക്കെ ചിലവാകുമല്ലോ ഇലക്ഷൻ. ഏറ്റവും കുറച്ച് പൈസ ചിലവഴിച്ച് ഞാനായിരിക്കും ഈ ഇലക്ഷൻ. ഏറ്റവും കുറച്ച് പൈസ, അതിന് 70%-ലേറെയും ചിലവഴിച്ചത് കോൺഗ്രസ് തന്നെയാണ്. എൻ്റെ കയ്യിൽ കിട്ടിയത് മാത്രം ഞാൻ അങ്ങോട്ട് കൊടുത്തു. വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ശക്തമായ പിന്തുണയോടുകൂടി ഉറപ്പായിട്ട് ജയിക്കുമെന്നറിയാം.